ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം പുറത്തു പോകുമ്പോൾ സങ്കീർത്തനം 91 ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അകത്തും പുറത്തുമായി ഇന്ന് നാം പോകുന്ന കാര്യങ്ങളിലും ദൈവം ഇന്ന് വലിയ അത്ഭുതം നടത്തും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ 3 അത്ഭുതം നിങ്ങൾക്കായി കർത്താവിന് ചെയ്യുവാൻ നിങ്ങൾ ഏറ്റവും ആവശ്യമായ 3 നിയോഗം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ, ഭർത്താവിൻ്റെ മദ്യപാനവും മറ്റ് അശ്ലീല സ്വഭാവങ്ങളും മാറിപ്പോകുവാൻ, കുടുംബത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ, മക്കൾ പഠനകാര്യത്തിൽ കൂടുതൽ തൽപരരായിരിക്കുവാൻ, ജോലിയില്ലാതെ ദുഃഖിക്കുന്ന മാനസിക വിഷമത്തിലായിരിക്കുന്നവർക്ക് ഒരു നല്ല ജോലി ലഭിക്കുവാൻ, ജോലി മേഖലയിലുള്ള എല്ലാ അസമാധാനത്വവും മാറിപ്പോകുവാൻ, ഇന്ന് രോഗികളായ എല്ലാവർക്കും പ്രത്യേക സംരക്ഷണവും സൗഖ്യവും വിടുതലും ലഭിക്കുവാൻ, ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അത്ഭുത വിജയം ലഭിക്കുവാൻ, ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുവാൻ ഇന്ന് നിങ്ങൾ പോകുന്നുവെങ്കിൽ അവിടെ അത്ഭുതകരമായി കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്, നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിന്, കുടുംബത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും നിങ്ങൾ പോകുന്ന വഴിയിൽ നിന്നെല്ലാം നിങ്ങൾക്കെതിരെയുള്ള ശത്രുദോഷങ്ങൾ മാറിപ്പോകുവാൻ, സകല അശുദ്ധാത്മാക്കളുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരിപൂർണ മോചനം ലഭിക്കുവാൻ ഇന്ന് നാം പുറത്തു പോകുന്നതിന് മുൻപ് സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും അത് പ്രാർത്ഥിച്ചു പോവുക. തീർച്ചയായും കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ഇന്നത്തെ നമ്മളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രത്യേകമായി നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ 3 നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയുള്ള എളിമയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തു പോകുന്നതിന് മുൻപ് 3 പ്രാവശ്യം സങ്കീർത്തനം 91 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് നാം 3 പ്രാവശ്യം ഈ സങ്കീർത്തനം ചൊല്ലുന്നു. ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ 3 നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈ സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ
ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, സങ്കീർത്തനം 91 വലിയ അനുഗ്രഹങ്ങളും സംരക്ഷണവും ലഭിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർക്കും
കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർക്കും ഏറ്റുപറയുന്നവർക്കുമാണല്ലോ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവനും ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വസ്തുവകകളിലും എല്ലാം അങ്ങയെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അന്തരാത്മാവിലും ഇന്ദ്രിയങ്ങളിലും കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, സങ്കീർത്തനം 91 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഇത്രയും നാൾ നടക്കാഞ്ഞ കാര്യങ്ങൾ, തടസ്സങ്ങൾ മാറ്റി 3 നിയോഗങ്ങൾ ഇന്ന് വലിയ അത്ഭുതപ്രകാരം അവിടുന്ന് നടത്തിച്ചു തരണമേ. അങ്ങയുടെ അത്ഭുതകരമായ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളുടെ വഴികളിൽ അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയോട് വിശ്വസ്തത കാണിക്കുവാൻ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും നീതിയോടെയും പരമാർത്ഥ ഹൃദയത്തോടെയും ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ, അങ്ങയുടെ വചനം അനുസരിക്കുവാൻ ഞങ്ങൾക്കിന്ന് കൃപ തരണമേ. ഞങ്ങൾ ഇന്ന് പോകുന്ന കാര്യങ്ങളിൽ ശത്രു ഇടപെടാതെ യാതൊരു ദോഷങ്ങളും യാതൊരു പൈശാചിക ബന്ധനങ്ങളും ഞങ്ങൾക്കെതിരെ വരാതെ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രത്യേകമായി സംരക്ഷിക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുകയും ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ. ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളോട് അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളിലൂടെ അവിടുന്ന് പുറപ്പെടുവിക്കണമേ. കർത്താവെ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെയല്ല അവിടുത്തെ അങ്ങയെയാണ് അവർ കേൾക്കേണ്ടത്. അതിനാൽ തന്നെ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുന്നതിന് എല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേകമായി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടിയും ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്വരം അവരിൽ കൂടി ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾ കേൾക്കുന്നതിനും അവർക്ക് അത്ഭുതകരമായ വിജയം ലഭിച്ച് ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പ്രത്യേകമായി അവിടുന്ന് കരുണ ചൊരിഞ്ഞ് അവർക്ക് വിജയം നൽകണമേ. ദൈവമേ, ഇന്ന് ജോലിയില്ലാതെ വിഷമിക്കുന്ന, ജോലിയില്ലാതെ മാനസിക സംഘർഷത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. ഞങ്ങൾക്ക് സാധ്യമായത് അങ്ങേക്ക് അസാധ്യമല്ലല്ലോ. ദൈവമേ, കരുണ തോന്നി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടതകളും പ്രയാസങ്ങളും എടുത്തുമാറ്റി വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ഇന്ന് ഞങ്ങളെല്ലാം കൊണ്ടും സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നിച്ച് ചേർന്ന് നിൽക്കുവാൻ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാവുന്ന എല്ലാ ശത്രുക്കളെയും, എല്ലാ വെല്ലുവിളികളെയും, എല്ലാ ദോഷങ്ങളെയും, എല്ലാ മന്ത്രവാദങ്ങളെയും, ആഭിചാര പ്രവർത്തനങ്ങളെയും, കൂടോത്രങ്ങളെയും, ദുഷ്ടൻ്റെ എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. എൻ്റെ കർത്താവേ, വിജയം അങ്ങയിൽ നിന്നാണ്, വിജയം കർത്താവിൽ നിന്നാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും അവർ വിജയിച്ച് മുന്നേറും. ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും, വെല്ലുവിളികൾ വന്നാലും, ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നാലും അതെല്ലാം ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി കർത്താവ് അനാദി മുതലേ തീരുമാനിച്ച് ഉറച്ച കാര്യങ്ങളാണ്. അതിനാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവാണ് നിങ്ങളെ സഹായിക്കുന്നവൻ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു നാളും കുറവുകൾ ഉണ്ടാവുകയില്ല. അതിനാൽ സങ്കീർത്തനം 91 പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. കർത്താവിനോട്, ദൈവമേ, അങ്ങ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് എപ്പോഴും ഇന്നത്തെ ദിവസം മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ദൈവം ഇടപെട്ട് സഹായിക്കുന്നത്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അത്ഭുതം നടത്തണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വൻ വിജയം നൽകണമേ. ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ
വഴികളിൽ തടസ്സപ്പെടുത്തുവാൻ ശത്രുവിനെ ഇന്ന് അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും തകർത്ത് കളഞ്ഞ് ഞങ്ങൾക്ക് വിജയം നൽകണമേ, മഹത്വം നൽകണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളിൽ നിറവേറ്റപ്പെടുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളോട് കൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇന്നൊരനർത്ഥവും സംഭവിക്കരുതേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തികളെ എല്ലാം അവിടുന്ന് പ്രത്യേകം സംരക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ദിവസമായി മാറട്ടെ. അനേക വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ശത്രുവിൻ്റെ ദോഷം കാരണം, ശത്രുവിൻ്റെ ഇടപെടൽ കാരണം തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഈ ദൈവത്തിൻ്റെ അത്ഭുതകരത്താൽ അത് സാധ്യമാകുന്നതിന്, ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടുന്നതിന്, നടത്തപ്പെടുന്നതിന് കർത്താവെ ഇന്ന് അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവിടുന്ന് ഇപ്പോൾ തന്നെ കരമുയർത്തി അവരെ സഹായിക്കണമേ. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാകണമേ കർത്താവെ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ 3 നിയോഗങ്ങളെ ഇന്ന് സാധിച്ചു കിട്ടുന്നതിന് അവിടുന്ന് അത്ഭുതത്തിൻ്റെ കരമുയർത്തി ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും വിജയവും നൽകി ഇന്ന് അങ്ങയുടെ നാമം ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെയും പ്രത്യേകമായി അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ തിരുഹിതം നിവർത്തിയാകുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ, വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഇന്ന് പ്രത്യേകം സംരക്ഷണം ഏർപ്പെടുത്തണമേ. ഞങ്ങളുടെ യാത്രകളിൽ ദൈവം കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ, സഹായിക്കണമേ. ശത്രു എത്തി നോക്കാതെ വണ്ണം അവിടുത്തെ ചിറകിൻ കീഴിൽ ഇന്ന് ഞങ്ങൾക്ക് അഭയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ
ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി, മഹത്വം നൽകി, നിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകി, നിങ്ങളുടെ യാത്രയിലുടനീളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെ സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ പോക്കിലും വരവിലും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.